ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാം ഇൻക്ലൂഡ് ആക്കിന്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ രാവിലെ നിസ്കാരവും എക്സസൈസ് എല്ലാം കഴിഞ്ഞ പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ആക്കി കുടിച്ച് ഞാനിവിടെ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആക്കി കുടിക്കൽ. കുട്ടിക്ക് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ആക്കി കൊടുത്ത്. പിന്നെ ഇപ്പോൾ രാവിലെ ഞാൻ പാൽ ചായ കുടിക്കൽ നിർത്തി. വൈകുന്നേരം മാത്രം ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കും. രാവിലെ ഞാൻ പാൽ ചായ കുടിക്കില്ല. അതിന് ബദൽ ഞാൻ ഗ്രീൻ ടീ ആക്കിയിട്ട് കുടിക്കൽ. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രിക് അങ്ങനത്തെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഗോധിപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് ഇങ്ങനെ നല്ലോണം കുഴച്ചിട്ടായ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ തടയിട്ട് അങ്ങനെ മൂടി വെച്ച് ഒരു അരമണിക്കൂർ മൂടി വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഡെയിലി മുറ്റടിക്കലോ ഒന്നരയുടെ കുടുംബം ഞാൻ മുറ്റടിക്കൽ. പിന്നീട് അങ്ങനെ ചെടിമരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കച്ചറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 2 ദിവസത്തേക്കൊക്കെ അടിച്ചാൽ മതി. ഒരു ദിവസം ഞാൻ പൂച്ചെടിക്കൽ വെള്ളം ഒഴിക്കും, പിറ്റേ ദിവസം ഞാൻ മുറ്റടിക്കാൻ നിൽക്കും. അങ്ങനെ പേരൻ്റെ ചുറ്റും അടിച്ച് പാരിട്ടായ പിന്നെ ഞങ്ങൾക്ക് ഒരു പുതപ്പുണ്ടായി കవ్വാൻ. അത് നിങ്ങൾക്ക് കയ്യിൽ കవ్വാൻ കഴിയില്ല, അത് ഭയങ്കര വെയിറ്റ് ഉണ്ടായതുകൊണ്ട് ഞാനതിനെ മെഷീനിലേക്ക് ഞാൻ എല്ലാ റഗ്ഗും ഞാൻ മെഷീനിൽ തന്നെ കയറ്റിടൽ. ഞാൻ ബീഫ് കറി ആക്കിയിട്ടുണ്ട്. അത് കുറച്ചുണ്ടായിരുന്നു, ചൂടാവാൻ വെച്ച്. പിന്നെ കുട്ടികൾക്ക് ഞാൻ ലഞ്ച് ബോക്സൊക്കെ ബീഫ് കറി പിന്നെ ചിക്കൻ കറി ഒന്നും ഇട്ട് കൊടുക്കില്ല. അവർക്ക് ഞാൻ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും കറി ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഇന്ന് ഞാൻ ബട്ടാണിയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് കറിയാക്കിന് ഒരു ലഞ്ച് ബോക്സൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ റൊട്ടിയാക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അതിൽ ഞാനിങ്ങനെ പ്രസ്സാക്കിയിട്ടിടൽ. ഞാൻ കയ്യിൽ പറത്തൊന്നുമില്ല. കയ്യിൽ പരത്തിയിട്ടും കുറച്ച് റഫ് വന്നത് ചപ്പാത്തി ഉച്ചയാകുമ്പോൾക്ക് കുട്ടികൾക്ക് സ്കൂളിലെല്ലാം തിന്നാൻ പറ്റില്ല, നല്ല ഗട്ടിയായിട്ടുണ്ടാകുന്നു. അതിന് ഞാൻ ഈ റൊട്ടിയാക്കുന്ന മെഷീനിൽ ഇങ്ങനെ ഓരോരുണ്ടാക്കിയിട്ട് ഓയിലിൽ ഇങ്ങനെ ഡിപ്പാക്കിയിട്ട് ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇടും. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഓയിൽ തേക്കണമെന്നില്ല. ഇതിൽ തന്നെ കറക്റ്റ് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് ചപ്പാത്തി, നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് വരുന്നത് ചപ്പാത്തി. പിന്നെ പാന് ചൂടായ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത്. ഞാനിവിടെ ഇരുമ്പിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 സൈഡ് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി. അതിന് മേലെ ഇങ്ങനെ പൊന്തി വരും, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഉച്ചക്കും തിന്നാൻ ഇതേപോലെ സ്മൂത്തായിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികളത് എൻ്റേതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. കുട്ടികൾ ഞാൻ സ്കൂൾക്ക് റെഡിയാക്കിയിട്ട് കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികളെ സ്കൂൾക്ക് മദ്രസക്കെല്ലാം ഞാൻ തന്നെ ബൈക്കിൽ കൊണ്ടാക്കുന്നുണ്ടായത്. കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടാക്കിയിട്ട് വന്ന പിന്നെ ഞാൻ ഫേസ് പാക്കും ഹെയർ പാക്കും ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 സ്പൂണ് പച്ചരിയും പിന്നെ 2 സ്പൂണ് ഓട്സും ഇട്ടിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത് ഇങ്ങനെ നല്ല നൈസായിട്ട് പൊടിയണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിൽ ഇങ്ങനെ അരച്ചെടുക്കാം. ഇത് ഞങ്ങളെ ഫേസിനും ഹെയറിനെല്ലാം ഈ പാക്ക് ഇടാം. നല്ല സ്കിന്നെല്ലാം നല്ല ഗ്ലോ ആയിട്ട് വരും. പിന്നെ ഞങ്ങളെ മുടിയെല്ലാം ഹെയർ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയേ. ഇത് ഒറ്റ ദിവസം ഇട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല റിസൾട്ടായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയേ. ഇപ്പോൾ അത് അരച്ചെടുത്തിട്ടായ പിന്നെ അതിനെ ഇങ്ങനെ ഉരുക്കിയെടുക്കാം. നല്ല തിക്കായിട്ട് വരുന്നത്, നല്ലോണം തിക്കാവണമെന്നില്ല. ഞങ്ങൾക്കൊരു മിക്സിയിൽ അരക്കാനുള്ള അത്ര ഇതുണ്ടായാൽ മതി. പിന്നെ ഞാൻ അത് തണിയാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഐസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിനിങ്ങനെ തണിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ഇത് അങ്ങനെ തണിയാൻ വിട്ടെങ്കിൽ നല്ലോണം ഗട്ടിയാവും. അത് ഇങ്ങനെ ഞങ്ങൾ തണിച്ചെടുത്തെങ്കിൽ അത്ര ഗട്ടിയാവില്ല. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് അലോവേര ജെല്ല്, ഞാനിവിടെ ഫ്രഷ് അലോവേര ജെല്ല് എടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാമൂല് പീടികയിലെല്ലാം കിട്ടുന്ന അങ്ങനത്തെ ജെല്ലും ഇടാം. ഫ്രഷ് അലോവേര ജെല്ല് എടുക്കുമ്പോൾ അതിൻ്റെ മഞ്ഞക്കര പോകുന്നവരെ അങ്ങനെ വെക്കണം. പിന്നെ ആ മഞ്ഞക്കരെല്ലാം പോയ പിന്നെ എന്താണോ ഇല്ലെങ്കിൽ സ്കിന്നെല്ലാം ചൊറിച്ചൽ തുടങ്ങും സ്കിന്നിൽ. പിന്നെ അത് ആ പേസ്റ്റ് നല്ല തണിഞ്ഞ പിന്നെ അതിന് ഇട്ടിട്ട് എനിക്ക് ഒരു 2.5 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഞാനിത് ഫേസിലേക്ക് കുറച്ച് എടുത്ത് വെക്കുന്നുള്ളത്.
ഫേസിലേക്ക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ഫേസ് ഞാൻ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുന്നേ ഞാൻ ഇടൽ. ഹെയറിന് മാത്രം ഇപ്പോൾ അപ്ലൈ ആക്കും. ഹെയറിന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പേരൻ്റെ പണിയെല്ലാം ആയിട്ടാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുമോ. അങ്ങനെ ഞാൻ സ്കാൽപ്പിക്കെല്ലാം നല്ല നീട്ടായിട്ട് അപ്ലൈ ആക്കി കൊടുത്ത്. ഇതൊരു 2 മാസം മുമ്പ് എടുത്ത വീഡിയോ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും എടുക്കലും അപ്ലോഡ് ആക്കലൊന്നും ഇല്ല. ഞങ്ങൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇത്ര ദിവസം ഇട്ടുകൊണ്ടുള്ളത് പഴയ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റിംഗ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കിക്കൊണ്ടുണ്ടായത്. ഞങ്ങൾക്കിങ്ങനെ കുറച്ച് നടുവേദനൻ്റെ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ ഉമ്മാൻ്റെ പെരക്ക് പോയിട്ടുണ്ടായി. കുട്ടികളൊന്നും ഞാൻ കൂട്ടിയിട്ടുണ്ടായിട്ട്, കുട്ടികളെല്ലാം എൻ്റെ പേരിൽ തന്നെ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വരുമ്പോൾ ഒരു 5-5:30 മണി കഴിഞ്ഞ് അവിടെ പെരക്ക് എത്തുമ്പോൾ വന്നിട്ട് ചോറെല്ലാം വേവിച്ചിട്ടായിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് എൻ്റെ പെരക്ക് വരുമ്പോൾ എൻ്റെ പെരൻ്റെ അവിടെ എത്താനാകുമ്പോൾ എൻ്റെ മെയിൻ റോഡിൽ നിന്ന് എൻ്റെ പെരക്ക് മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. സ്ട്രൈറ്റ് മേലെ പോയി എൻ്റെ പെരക്ക് പോകുന്ന വയ്യേ അവിടെ അത്ര വെഹിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ജാസ്തി അത്ര വെഹിക്കൽ ഉണ്ടാവില്ല ആ സ്ഥലത്ത്. അങ്ങനെ ഞാൻ അങ്ങ് റോഡ് ക്രോസ് ആക്കാൻ നോക്കുമ്പോൾ ബാക്കിൽ നിന്നൊരു കാറ് നല്ല സ്പീഡായിട്ട് വന്നുകൊണ്ടുണ്ട്. അപ്പം ഞാൻ മിററിൽ നോക്കി ഓന് സ്ലോ ആക്കുമെന്ന് വിചാരിച്ചു. ഓൻ സ്ലോ ആക്കിയിട്ടില്ല, ഓൻ നല്ല സ്പീഡിലുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ ബൈക്കിനെ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഞാൻ എന്താക്കി താഴെ നോക്കിയിട്ടില്ല, ഞാൻ മിറർ നോക്കിക്കൊണ്ട് ആ കാറിനെ അബ്സർവ് ആക്കിക്കൊണ്ട് സൈഡിലേക്ക് എടുത്തത്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡ് മഴ വന്നിട്ട് ഫുള്ള് എഡ്ജെല്ലാം ഇങ്ങനെ കല്ലെല്ലാം ഇളകിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് മണൽ എല്ലാം ഉണ്ടായി അവിടെ. അപ്പോൾ ഈ സ്കൂട്ടീൻ്റെ വീല് സ്കിഡായിട്ട് സ്കൂട്ടി എൻ്റെ കാലിൻ്റെ മേലെ വീണ്. അപ്പോൾക്ക് ഈ കാർ അങ്ങോട്ട് പാസ്സായിട്ടുണ്ടായി, ഇല്ലെങ്കിൽ കാർ എൻ്റെ മേൽ തന്നെ ഇതാണെന്നുണ്ടായി. അങ്ങനെ ആയിട്ട് അപ്പോൾക്ക് ആളെല്ലാം കൂടിയിട്ട് എന്നെ ആട്ടോയിലെല്ലാം കയറ്റി. അപ്പോൾ ആട്ടോൻ്റെ ഡ്രൈവർക്ക് എൻ്റെ ഹസ്ബൻഡിനെ അറിയും. അങ്ങനെ അവർ ഹസ്ബൻഡിക്ക് ഫോണാക്കിയിട്ട് പകുതി നിന്ന് എൻ്റെ ഹസ്ബൻഡും അതേ ആട്ടോയിൽ കയറിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുട്ട് ഫുള്ള് തിരിഞ്ഞു പോയിട്ടുണ്ടായി. പിന്നെ മുട്ടിൻ്റെ താഴെ ഒരു അൺബാലൻസ് ആയിട്ടുണ്ടായി, ഫുള്ള് ഇങ്ങനെ ആടിക്കൊണ്ടുണ്ടായി കാല്. അങ്ങനെ എനിക്ക് ഫുള്ള് വേദനയും ആ വേദന സഹിക്കാൻ കാലും ഇങ്ങനെ ആയിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് സുസ്തായി പോയിട്ടുണ്ടായി. വേദന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ സീദാ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഇത് കണ്ടപാട് ഇത് കാല് കട്ടായിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് എക്സ്റേ എടുക്കി എന്ന് പറഞ്ഞിട്ട് അയച്ച്. അങ്ങനെ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അവിടെ കാലിങ്ങനെ നിർത്തി വെക്കാൻ പറ്റുന്നില്ല. കാല് താഴെ സൈഡ് ഫുള്ള് ആടിക്കൊണ്ട് കാലിൻ്റെ മുട്ട് ഫുള്ള് തിരിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എക്സ്റേ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എക്സ്റേ എടുക്കുന്നവന് ജസ്റ്റ് മെല്ലെ ഇതിനെ ഇങ്ങനെ മൂവാക്കിയിട്ട് ആ മുട്ടിനെ കറക്റ്റ് പ്ലേസിൽ ഇരുത്തിയിട്ട് അവനെ എക്സ്റേ എടുത്തിട്ടായിട്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഇഞ്ചക്ഷനാക്കി മെഡിസിനെല്ലാം തന്ന് പിന്നെ കാൽക്കൊരു ബെൽറ്റെല്ലാം കെട്ടിയിട്ട് ഞങ്ങൾക്ക് 15 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. ഒരു ഇഞ്ചക്ഷനാക്കി ഒരു ടാബ്ലറ്റ് തന്നല്ലാണ്ട് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഡോക്ടർ ആക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ പെരക്ക് പോയി. ഞങ്ങൾക്ക് അന്ന് നൈറ്റ് ഇടി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇത് വല്ലാത്ത വേദന, സഹിക്കാൻ പറ്റാത്ത വേദന ഞങ്ങൾക്ക്. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ടാകുമ്പോൾ നോക്കുമ്പോൾ ഈ മുട്ട് കറക്റ്റ് പ്ലേസിൽ ഇരുന്നിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ആ ഡോക്ടർ കറക്റ്റ് ഇരുത്തിയിട്ട് എൻ്റെ കാല് പ്ലാസ്റ്റർ ആക്കിയിട്ട് ഫുള്ള് 15 ദിവസം ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റിലായിട്ടുണ്ടായി. 15 ദിവസത്തേക്ക് മെഡിസിനും തന്നിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് ആ പ്ലാസ്റ്റർ കീച്ച് പിന്നെ എൻ്റെ കാല് ചെറുങ്ങനെ മൂവ്മെൻറ്റ് ആക്കാൻ പറഞ്ഞ് കാല് മടക്കിക്കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഒരു വ്യായാമം പോലെ ആക്കാൻ പറഞ്ഞ് പിന്നെ ചെറുങ്ങനെ നടക്കാനെല്ലാം പറഞ്ഞ്. എന്നാലും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല, എൻ്റെ കാലിങ്ങനെ ബെണ്ടാകുന്നുണ്ടായി. അങ്ങനെ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് എന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് പിന്നെ പോയി. അതിന് പിന്നെ രണ്ടാമത് മെഡിസിൻ തന്നിട്ട് 3 മാസം വിടാതെ ട്രീറ്റ്മെൻറ്റ് ആക്കാൻ പറഞ്ഞ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റെല്ലാം ആക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ 2 മാസമായി. ഇപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് നടക്കാനെല്ലാം പറ്റുന്നുണ്ട്. എന്നാലും ജാസ്തി പണിയെടുക്കാനൊന്നും കഴിയുന്നില്ല. എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുക്കിംഗ് ആക്കിയിട്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആക്കിയിട്ട് ഞാൻ സ്കൂളിൽ കഴിക്കും. ഇപ്പം ഞാൻ എൻ്റെ പേരിലുള്ളത്. ഞാൻ അത്ര ദിവസം ആ 1 മാസം ഫുള്ള് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പേരിലുണ്ടായത്. പിന്നെ കുട്ടിയൊക്കെ ആടുന്ന സ്കൂൾക്ക് മദ്രസക്കെല്ലാം പോകാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെ വന്ന് 1 മാസം കഴിഞ്ഞ് പിന്നെ വന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞിട്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ കുറച്ച് നടക്കാനെല്ലാം പറ്റുന്നുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല. വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ആക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ പഴയ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് വെച്ചതുണ്ടായി. അതിനെന്നെ ഇങ്ങനെ വെറുതെ മുണ്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കിക്കൊണ്ടുണ്ടായി. ഞാൻ ഇൻഷാ അല്ലാ ഞാൻ ഡെയിലി വീഡിയോസ് എല്ലാം ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. എൻ്റെ ചാനൽ ഇറങ്ങി സബ്സ്ക്രൈബ് ആക്കാണ്ട് കാണുന്നവരുണ്ട്, പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ സപ്പോർട്ട് ആക്കണം.
അങ്ങനെ ഞാൻ എൻ്റെ പെരൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ആക്കിയിട്ട് രാവിലെ ആക്കി വെച്ച ആ പാക്ക് അപ്ലൈ ആക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ ഉച്ചക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ മസാല പെരക്കി വെച്ച് എന്നിട്ട് മീനിൻ്റെ തലേൻ്റെ ഗസിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായ പിന്നെ എനിക്ക് കുറച്ച് ഉലുവയും പിന്നെ ഇഞ്ചി ചതച്ചത് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ അതിനെ ഫ്രൈ ആക്കി എടുത്ത് എന്നിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളകും പിന്നെ ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും പിന്നെ 1 സ്പൂൺ കല്ലുപ്പും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് നല്ലോണം മിക്സാക്കി ഉപ്പ് ഫസ്റ്റ് തന്നെ ഇടണം എന്നെങ്കിൽ ഉള്ളി വേഗം വെന്ത് കിട്ടും. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിന് ഇതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിന് അതിനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിനെയും ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിന് തക്കാളി നല്ല വെന്തിന് അതിനെ ഇങ്ങനെ നല്ലോണം സ്നാഷ് ആക്കണം. തക്കാളി വെന്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഗസി. അതിനെ ഇങ്ങനെ നല്ലോണം സ്നാഷ് ആക്കണം തക്കാളിനെ. ഇനി ഇതിലേക്ക് ഒരു 2.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് പുളി ഞൊണ്ടിയിട്ട് ഒഴിച്ചിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ ജാസ്തി വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ചേ വെള്ളം ഒഴിച്ചത്. ഞങ്ങൾക്ക് പിന്നെ ഈ തലൻ്റെ ഗസിയെല്ലാം ആക്കുമ്പോൾ നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനെ കൊണ്ട് ഞാൻ ജാസ്തി വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് അത് തളിച്ച പിന്നെ ഞാൻ അതിലേക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനെല്ലാം മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിന് ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പിട്ടിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനിൻ്റെ തലൻ്റെ ഗസി റെഡിയായി. ഇനി മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് പിന്നെ അതിന് മേലെ കറിവേപ്പില ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് ഇപ്പോൾ ഒരു സൈഡ് ഫുള്ള് ഫ്രൈ ആയിന്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോരോ മീൻ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡ് ഫ്രൈ ആയി പിന്നെ ബാക്കിയുള്ള മീനിനെ അതേപോലെ ഫ്രൈ ആക്കിയിട്ട് അതേ പാനിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ച് എന്നിട്ട് ഞാൻ എൻ്റെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഉച്ചക്കുള്ള ലഞ്ച് കഴിച്ച് പിന്നെ രാവിലെ ഞാൻ ബട്ടാണി ഉരുളക്കിഴങ്ങ് ആക്കിയ കറി ഉണ്ടായി പിന്നെ മീനിൻ്റെ തലേൻ്റെ ഗസിയും പിന്നെ ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ട് വറവാക്കിയിട്ടുണ്ടായി പിന്നെ മീൻ ഫ്രൈ ആക്കിയതും ഇട്ടിട്ട് ഞാൻ ഉച്ചക്ക് ചോറ് വെച്ച് പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ കുട്ടികൾക്ക് ബൂസ്റ്റാക്കി കൊടുത്ത്. ഞാൻ ബൂസ്റ്റ് ഹോർലിക്സ് ഒന്നും കുടിക്കലില്ല, ഞാൻ ചായ തന്നെ കുടിക്കൽ, മാമൂലി പാൽ ചായ. ഇല്ലെങ്കിൽ ഓരോ ടൈം കോഫി കുടിക്കും, ഇല്ലെങ്കിൽ പാൽ ചായ കുടിക്കും. കുട്ടികൾക്ക് മാത്രം ബൂസ്റ്റാക്കി കൊടുക്കും. പിന്നെ ചക്കേൻ്റെ സ്നാക്ക് ഉണ്ടായി അങ്ങനെ അതും ചായയും കുടിച്ച് പിന്നെ നൈറ്റ് ഡിന്നറിന് ഉച്ചക്കാക്കിയ ചോറും കറിയെല്ലാം ഉണ്ടായി. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഡിന്നറിന് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.